ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. എന്താ നോക്കിയേ, കൺസിഡർ ദ ഇൻസ്റ്റൻസ് ഓഫ് ദ രജിസ്ട്രേഷൻ ടേബിൾ ഫോർ സ്പോർട്സ് ഇസ് ഗിവൻ ബിലോ. അപ്പം നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദ രജിസ്ട്രേഷൻ ടേബിൾ. ഈ ടേബിളിൻ്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചത്. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോളംസ് ആണ് ടേബിളിലുള്ളത് നോക്കാം. ഓക്കെ, എത്ര കോളംസ് ഉണ്ട് നിങ്ങൾ നോക്കിയേ. അഡ്മിഷൻ നമ്പർ എന്നുള്ളത് ഒരു കോളം, നെയിം ഒരു കോളം, ഏജ് ഒരു കോളം, ഇവൻ്റ് ഒരു കോളം. അതായത് അഡ്മിഷൻ നമ്പർ തുടങ്ങി താഴേക്കുള്ളതെല്ലാം ആ ഒരു കോളത്തിൽ വരും. അല്ലാണ്ട് അഡ്മിഷൻ നമ്പർ 1 അതിൻ്റെ താഴെയുള്ള 1001 വേറെ, അങ്ങനെയല്ല. അഡ്മിഷൻ നമ്പറിൻ്റെ കോളം ഒരു കോളം, നെയിമിൻ്റെ കോളം രണ്ടാമത്തെ കോളം, ഏജിൻ്റെ കോളം മൂന്നാമത്തെ കോളം, ഇവൻറ്റിൻ്റെ നാലാമത്തെ കോളം. സോ ടോട്ടൽ ഡിഗ്രി ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അടുത്തത് വിച്ച് ഇസ് ദ പ്രൈമറി കീ ഓഫ് ദ രജിസ്ട്രേഷൻ ടേബിൾ. ഈ രജിസ്ട്രേഷൻ ടേബിളിൻ്റെ പ്രൈമറി കീ എന്താണെന്ന്. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ റിപ്പീറ്റഡ് ഒന്നും വരരുത്. അത് ആ ഒറ്റ കീ മാത്രമായിരിക്കണം. വേറെ ആ ഒരു സംഭവം റിപ്പീറ്റഡ് ആയിട്ട് ആർക്കും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പം നെയിം എന്ന് പറയുന്നത് വേറെ ആൾക്ക് സെയിം പേര് വരാം. ഏജ് 2 പേർക്ക് സെയിം ഏജ് വരാം. ഇവൻ്റ് വേറെ ആളുകൾക്ക് സെയിം ആയിട്ടുള്ളത് വരാം. പക്ഷേ അഡ്മിഷൻ നമ്പർ ഓരോരുത്തർക്കും ഓരോന്നാണ്, അല്ലേ? സെയിം ആയിട്ട് വരില്ല. അങ്ങനെയുള്ളതിനെയാണ് പ്രൈമറി കീ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പ്രൈമറി കീ ഏതാണ്? അഡ്മിഷൻ നമ്പർ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? വെരി ഈസി ക്വസ്റ്റൻ ആണ് കേട്ടോ. അടുത്തത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് റിലേഷൻസ്. ഇവിടെ നോക്കി, ഫുട്ബോളിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ക്രിക്കറ്റിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി ഓഫ് ദ റിലേഷൻ ഫുട്ബോൾ. ഡിഗ്രി എന്താണ്? ഫുട്ബോൾ എന്നുള്ള ടേബിൾ മാത്രം എടുത്താൽ മതി, ആദ്യത്തെ ടേബിൾ. അതിൻ്റെ ഡിഗ്രിയാണ് ചോദിച്ചേക്കുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഡിഗ്രി എന്താണെന്നാണ് പറഞ്ഞത്, എത്ര കോളംസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? നെയിം എന്നുള്ള കോളം ഉണ്ട്, ഏജ് എന്നുള്ള കോളം ഉണ്ട്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ഡിഗ്രി ഈസ് 2. നെക്സ്റ്റ് വൺ, അടുത്തത് എന്താണെന്ന് നോക്കിയേ, കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡിങ് കോളം ഒഴിച്ചുള്ള എത്ര നമ്പേഴ്സ് റോസ് താഴേക്കിട്ടത്. ഹെഡിങ് റോ വിടുക, അതായത് ഫുട്ബോൾ എന്നുള്ളതിൽ നെയിം ഏജ് എന്നുള്ള ആ ഒരു ഫസ്റ്റ് റോ വിടുക. താഴേക്ക് എത്ര റോസ് ഉണ്ട്? ജോസഫ് 18 എന്നുള്ള ഒരു റോ, അനൂപ് 17 രണ്ടാമത്തെ റോ, സച്ചിൻ 18 മൂന്നാമത്തെ റോ. അപ്പോൾ ടോട്ടൽ 3 കാർഡിനാലിറ്റിയാണ് ഉള്ളത്. എത്ര റോ ഉണ്ടെന്നാണ് നോക്കേണ്ടത്, ഫസ്റ്റത്തെ ബോക്സ് ഒഴിച്ച് താഴേക്ക്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് റിലേഷണൽ അൽജിബ്രൈക് ഓപ്പറേഷൻസ്. ഫുട്ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൽ വേണം, ക്രിക്കറ്റിലും വേണം. ഫുട്ബോളിലും ക്രിക്കറ്റിലുമുള്ള ആളുകളുടെ പേരുകൾ ഒരു ടേബിളായിട്ട് എഴുതുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഹെഡിങ് എങ്ങനെ കൊടുക്കും? ഇങ്ങനെ കൊടുക്കണം, ഫുട്ബോൾ ക്രിക്കറ്റ് എന്ന് കൊടുക്കുക. ഫുട്ബോളിലും ക്രിക്കറ്റിലുള്ള ആളുകളുടെ പേര് എന്താ? താഴേക്ക് അങ്ങോട്ട് ഒറ്റ ടേബിളിൽ എഴുതാം. ഒരാൾ ഫുട്ബോളിലും ഉണ്ട് ക്രിക്കറ്റിലും ഉണ്ടെങ്കിൽ 2 തവണ പേരുകൾ എഴുതേണ്ട ആവശ്യമില്ല. ഒരെണ്ണത്തിലത്തെ പേര് എഴുതിയാൽ മതി. റിപ്പീറ്റഡ് ആയിട്ട് ഒരാളുടെ പേര് 2 ഐറ്റംസിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെ എടുത്ത് എഴുതണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഫുട്ബോളിലും ക്രിക്കറ്റിലും ഉള്ള ആളുകളുടെ പേര് ജോസഫ് 18 അത് വരും, അനൂപ് 17 അത് 2 എണ്ണത്തിലുണ്ട്, പക്ഷെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സച്ചിൻ 18, ഫാത്തിമ 18, വിവേക് 16. കണ്ടോ, അനൂപ് 2 എണ്ണത്തിലുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയാവും. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, ഫുട്ബോൾ മൈനസ് ക്രിക്കറ്റ്. ഇതിവിടെ ഉദ്ദേശിക്കുന്നത് ഫുട്ബോളിൽ വേണം, പക്ഷേ ക്രിക്കറ്റിൽ വേണ്ട. ഓക്കെ അല്ലേ? അതായത് ഫുട്ബോളിൽ ഉണ്ടാവണം, ക്രിക്കറ്റിലുണ്ടെങ്കിൽ അത് വേണ്ട. അല്ലെങ്കിൽ ക്രിക്കറ്റ് മൊത്തം നമ്മൾ എഴുതുന്നില്ല. ക്രിക്കറ്റിൽ ഫാത്തിമ, അനൂപ്, വിവേക് ഇവർ 3 പേരുണ്ട്. അപ്പോൾ ഇതിലൊരാൾ ഫുട്ബോളിലുണ്ട്, ക്രിക്കറ്റിലുള്ള ഒരാൾ ഫുട്ബോളിലുണ്ട്, അനൂപ് എന്നുള്ളത്. ക്രിക്കറ്റിലുള്ള ആളുകളുടെ പേര് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫുട്ബോളിൽ അനൂപ് എന്ന് എടുക്കുന്ന ആളുടെ പേരും വേണ്ട. ബാക്കി ഫുട്ബോളിൽ ജോസഫും സച്ചിനും ആണുള്ളത്, അത് മാത്രം എഴുതാം. ഫുട്ബോൾ മൈനസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരും. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ കേട്ടോ, അതും കൂടെ നോക്കാം. റൈറ്റ് ദ ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഈ ട്യൂപ്പിൾ, അതൊന്ന് ജസ്റ്റ് നോക്കാം. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് റോ ഓഫ് എ ടേബിൾ. ഒരു ടേബിളിലെ റെക്കോർഡ് അല്ലെങ്കിൽ റോയിനെയാണ് ട്യൂപ്പിൾ എന്ന് പറയുക. റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ ഇസ് നോൺ ആസ് റിലേഷൻ. റിലേഷൻ എന്ന് പറയുന്നത് ടേബിളിന് തന്നെയാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്, കാർഡിനാലിറ്റി നമ്പർ ഓഫ് റോസ് ആണ്. സോ ഇവിടെ നോക്കിയേ, ഡിഗ്രി എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിഗ്രി എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്? എത്ര കോളംസ് ഉണ്ട്?
രജിസ്റ്റർ നമ്പർ എന്നുള്ള കോളമുണ്ട്, നെയിം എന്നുള്ള കോളമുണ്ട്, മാർക്ക് എന്നുള്ള കോളമുണ്ട്. സോ അതാണ് എന്ത് പറയുന്നത്, ഡിഗ്രി. അപ്പോൾ ഡിഗ്രി ഈസ് 3. കാർഡിനാലിറ്റി, മെയിൻ ഹെഡിങ് ഒഴിച്ച് താഴേക്ക് എത്ര റോസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 4 സോ അതാണ് കാർഡിനാലിറ്റി. ഓക്കെ അല്ലേ? സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്കിത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.